നമസ്കാരം. വൈസ് ഗാർഡൻ്റെ ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ എങ്ങനെ പോട്ട് ചെയ്യാമെന്ന്. ഒരു ചെടി എങ്ങനെ പോട്ടിലേക്ക്, പലരും ചോദിക്കുന്നൊരു സംശയമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ചെടികൾ മാറ്റുന്നത്, ചട്ടിയിലേക്ക് ആക്കുന്നതിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. മാറ്റാൻ പോകുന്നത് ഈ ചട്ടിയിലേക്ക് ഈ ചെമ്പരത്തി ചെടിയാണ്. ഇത് ഓൾറെഡി നല്ല വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ 1 ഭാഗം ചാണകം, 2 ഭാഗം ചകിരിച്ചോറ്, 3 ഭാഗം മണ്ണ്, അതായത് 1:2:3 റേഷ്യോയിലാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സോയിൽ കണ്ടീഷണർ ആഡ് ചെയ്യും, ഒരു 50 ഗ്രാം ഒരു ചട്ടിക്ക്. അതുകൂടാതെ എല്ലുപൊടിയും വേപ്പുമണ്ണാക്കിൻ്റെ മിശ്രിതം ഒരു 50 ഗ്രാം. തന്നെ നമ്മളൊരു ചട്ടി മണ്ണെടുത്ത് ഇടുക, ചാണകം പൊടി കുറച്ചിടുക, പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിടുക. നമ്മൾ പറഞ്ഞ ഒരു 50 ഗ്രാം ഏകദേശം സോയിൽ കണ്ടീഷണർ ഇത്ര ഇട്ടാൽ മതി. വീണ്ടും മണ്ണിടാം. മണ്ണിട്ടിട്ട് ഈ വലിയ വലിയ കട്ടകളും പീസുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കണം. ഒന്നിച്ചെല്ലാം കൂടെ ഒന്നിച്ചിടുന്നതിന് പകരം കുറേശ്ശെ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചാണകപ്പൊടി ഇടുക. ഇപ്പോൾ 1:2:3 റേഷ്യോയിൽ ആയിട്ടുണ്ട്. എല്ലുപൊടി വേപ്പുമണ്ണാക്കിൻ്റെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും, 50 ഗ്രാം പോരാ. എല്ലുപൊടിയും വേപ്പുമണ്ണാക്കും. സോയിൽ കണ്ടീഷണർ ഒരു 150 ഗ്രാം വേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ചട്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 150-200 ഗ്രാം വേണ്ടി വരും ഇത്ര മണ്ണിലേക്ക്. ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പലരും ചെയ്യുന്നൊരു കുറച്ച് അബദ്ധങ്ങളുണ്ട്. ഇതുണ്ടോ, നിങ്ങൾ സെലക്ട് ചെയ്ത ചട്ടി ഇതാണ്. ഇത് നമ്മൾ നേരിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഇല്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഹോളുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഹോളില്ല. അതിൽ ഹോളുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ വെറുതെ മണ്ണ് മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം ഒരുപക്ഷെ പൊയ്ക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലെയർ കല്ല് അടിയിലിടും. ഇനിയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ 1:2:3 റേഷ്യോയിൽ നമ്മൾ ചാണകപ്പൊടി, വേപ്പുമണ്ണാക്ക്, എല്ലുപൊടിയുടെ മിശ്രിതം, സോയിൽ കണ്ടീഷണർ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ pH വാല്യൂ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോയിൽ കണ്ടീഷണർ ആഡ് ചെയ്യുന്നത്. എല്ലുപൊടി വേപ്പുമണ്ണാക്കും വേരോട്ടം കൂടാനും പിന്നെ വേരിനുണ്ടാകുന്ന അഴുകൽ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് വേപ്പുമണ്ണാക്ക് ആഡ് ചെയ്യുന്നത്. മേൽമണ്ണ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം എന്ന് വെച്ചാൽ 6 ഇഞ്ച് വരെയാണ് മേൽമണ്ണിലാണ് കൂടുതൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുണ്ടാവുക. ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാകുന്നത് അതിലാണ് ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരങ്ങളുടെ ഇലകളൊക്കെ വീണിട്ട് കരിഞ്ഞ് ഉണങ്ങി ഇട്ടൊക്കെ അതിൽ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ വരുന്നത്. അപ്പോൾ മേലെയുള്ള മണ്ണ് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ചെമ്പരത്തി എടുത്തു, ഒന്ന് തട്ടി കഴിയുമ്പോൾ അത് പോരും. നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക ഇത് സൂട്ടാവുമെന്ന്. അപ്പോൾ സൂട്ടായില്ലെങ്കിൽ കുറച്ച് മണ്ണ് മാറ്റിക്കളയുക. അടിയിലുള്ള മണ്ണ് വേരിനൊന്നും പറ്റാത്ത രീതിയിൽ മാറ്റിക്കളയുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക.
നമ്മുടെ പോട്ട് ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഈ കരിഞ്ഞിട്ടുള്ള ഇലകളോ ഈ മുട്ടുകളും ഇതൊക്കെ മുട്ടല്ല, ഇത് പൂ കഴിഞ്ഞു പോയതാണ്. ഇതൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. തുടക്കത്തിൽ തന്നെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ പോട്ടിങ് കഴിഞ്ഞു. നമ്മൾ പോട്ട് ചെയ്തു, എല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചെടി ഇതുപോലത്തെ മരത്തിൻ്റെ ചുവട്ടിലോ ഏതെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നനച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് പെട്ടെന്നൊരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെയിലത്തേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.